പറയുന്നു അൽ അജബുൽ അജീബ്, വല്ലാത്തൊരു അത്ഭുതം തന്നെ. അദ്ദേഹം വിശദീകരിക്കുകയാണ്, വല്ലാത്തൊരു അത്ഭുതം തന്നെ. എന്താ എന്നിട്ട് അദ്ദേഹം പറയുന്നത്, കൈഫ യഅമലൂനൽ മൗലിദ ബിൽ മആനി വൽ ഫറഹി വസ്സുറൂരി, എങ്ങനെയാണ് ഈ ഗാനങ്ങളും ആഹ്ലാദങ്ങളും സന്തോഷങ്ങളുമായിട്ട് ഈ മുസ്ലിങ്ങൾ എങ്ങനെയാണ് അവർക്ക് ഈ മൗലൂദ് ആഘോഷിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് അവരെ കൊണ്ട് പറ്റുന്നത്? വല്ലാത്തൊരു അത്ഭുതം തന്നെ. എങ്ങനെയാണ് ഇവരിത് ആഘോഷിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു, കമാ തഖദ്ദമ ലി അജ്ലി മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാദാ അശ്ശഹ്റിൽ കരീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ഈ മാസത്തിലാണ്. അതേപോലെ തന്നെ വഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹി ഇൻതഖല ഇലാ കറാമത്തി റബ്ബിഹി അസ്സ വജല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതും സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പോയതും ഈ മാസത്തിൽ തന്നെയാണല്ലോ. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, വഫജഅത്തിൽ ഉമ്മത്തു വഉസീബത ബിമസാബിൽ അലീമി ലാ യഅദിലു ദാലിക ഗൈരിഹാ മിനൽ മസായിബ് അബദ, മുസ്ലിങ്ങൾക്ക് അന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത, മുസ്ലിങ്ങൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത അത്രത്തോളം പ്രയാസവും ദുരന്തവും വിഷമവും വേദനയുമായിരുന്നല്ലോ പ്രവാചകന്റെ മരണം. ആ പ്രവാചകന്റെ മരണം നടന്നതും ഈ മാസത്തിൽ തന്നെ ആയിരുന്നല്ലോ. പിന്നെ എങ്ങനെയാണ് ആളുകൾക്ക് ഈ രൂപത്തിൽ നൃത്ത പരിപാടികളും ഈ ആഘോഷങ്ങളും ഈ സന്തോഷ രൂപത്തിൽ പെരുമാറാൻ കഴിയുന്നത്, പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഈ പണ്ഡിതൻ ചോദിക്കുകയാണ്. മുൻകാലക്കാരനായ ഈ പണ്ഡിതൻ ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് ഈ ആളുകൾക്ക് സാധിക്കുന്നത്? അല്ലേ, ദഫമുട്ട് അതല്ലാത്ത കാര്യങ്ങൾ. ശരിക്കും ഒരു ഉത്സവത്തിൻ്റെ ഒരു ലഹരിയാണ് ആഘോഷം എന്നുള്ളത്. ജാഥ വിളിക്കുന്നു, കൈകൾ കൊട്ടുന്നു, പരിപാടികൾ നടക്കുന്നു, ദഫമുട്ടുകൾ നടക്കുന്നു, സന്തോഷിക്കുന്നു, കുട്ടികൾ സന്തോഷിക്കുന്നു, മുതിർന്നവർ സന്തോഷിക്കുന്നു. മാത്രമല്ല, ഇവരെ എഴുതിയത് എന്താ അറിയോ? 2 പെരുന്നാളിനേക്കാൾ വലിയ സന്തോഷമാണ് മുസ്ലിങ്ങൾക്ക് നബിദിനാഘോഷം എന്നുള്ളതായി. അതിനേക്കാൾ വലിയ ആഘോഷമാണ് മുസ്ലിങ്ങൾക്ക് എന്നുള്ളതാ. ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണ് ഈ നബിദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിന് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ പണ്ഡിതൻ ഇബ്നുൽ ഹാജി മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കാണ്, എങ്ങനെയാണ് ഇവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നത് അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ട ഒരു മാസത്തിൽ ഈ രൂപത്തിൽ? എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഅലാ ഹാദാ കാന യതഅയ്യനുൽ ബുകാഉ വൽ ഹുസ്നുൽ കസീർ, നമ്മൾ ധാരാളമായിട്ട് കരയുകയാണ് വേണ്ടത്, നമ്മൾ ദുഃഖിക്കുകയാണ് വേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വലിയൊരു വേദനയായിരുന്നു, പ്രയാസമായിരുന്നു. അതിൽ സങ്കടപ്പെടുന്നതിന് പകരം, അതിൽ വിഷമിക്കുന്നതിന് പകരം എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നത്? അത് അൽ അജബുൽ അജീബ്, വല്ലാത്തൊരു അത്ഭുതം തന്നെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ആ ഗ്രന്ഥകാരൻ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതാണ് സംഭവം. ഇങ്ങനെ ഈ ഭരണകൂടം പിന്നീട് ലോകത്തില്ലാതായി. ഈ ഉബൈദിയാക്കൾ അവരിത് ആഘോഷിച്ചു, ഇടയ്ക്ക് നിർത്തലായി. പിന്നീട് ഈ ഷിയാക്കളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉബൈദിയാക്കളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജൂതന്മാരിൽ നിന്ന് ഈ നബിദിനാഘോഷം കടമെടുക്കുന്നത് സൂഫികളാണ്. കാരണം സൂഫികളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണോ പറയുന്നത് അതിന് നേരെ എതിര് പറയുന്ന ഒരു തരം അദ്വൈത സിദ്ധാന്തമാണ് യഥാർത്ഥത്തിൽ സൂഫിസം. ആളുകൾക്ക് കേൾക്കുമ്പോൾ നല്ലൊരു പദം, നല്ല ആളുകൾ, സ്വാലിഹീങ്ങളായ സാദാത്തുക്കളായ ആളുകൾ എന്നൊക്കെയുള്ളൊരു വിശ്വാസമാണ് സൂഫിസം എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുക. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അത് അദ്വൈത സിദ്ധാന്തമാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള അദ്വൈത സിദ്ധാന്തം ഉണ്ടല്ലോ, അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സൂഫിസം. അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചയിൽ അത് വരും. ഈ സൂഫികളും ഷിയാക്കളും തമ്മിൽ നല്ല ലിങ്ക് ഉണ്ട്. ഈ സൂഫികളും ഷിയാക്കളും തമ്മിൽ നല്ല ലിങ്കാണ്. കാരണം ഈ ജൂതന്മാരുടെ ഷിയാക്കളുടെ പല ആശയങ്ങളും കടമെടുത്ത ആളുകളാണ് ഈ സൂഫികൾ. പിന്നീട് കാലഘട്ടം കഴിഞ്ഞു. അങ്ങനെ ഇവർ 568 വരെയാണ് ഇവർ ഭരിച്ചത്. പിന്നീട് അതിനുശേഷം ഹിജറ 6-ാം നൂറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ അവസാനത്തിലും 7-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമാണ് ഇറാഖിലെ ഇർബൽ ഭരിച്ചിരുന്ന മലിക് മുളഫറുദ്ദീൻ രാജാവ്. ഈ മുളഫറുദ്ദീൻ രാജാവ് പിന്നീട് ഇത് വീണ്ടും പുനഃസംഘടിപ്പിച്ചു. എവിടെ? ഇറാഖിൽ. ഇതെങ്ങനെ സംഘടിപ്പിച്ചു? ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വലിയൊരു സൂഫി പണ്ഡിതൻ ഉണ്ടായിരുന്നു, ഉമർ ബിൻ മുഹമ്മദ് അൽ മുല്ല എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായൊരു സൂഫി പണ്ഡിതൻ. ഇയാൾ എന്ത് ചെയ്തു? ഈ രാജാവിനെ ചെന്നിട്ട് കണ്ടു. മുളഫറുദ്ദീനെ പോയി കണ്ടിട്ട് ഈ നബിദിനാഘോഷത്തിന്റെ മഹത്വങ്ങൾ പറഞ്ഞെടുത്തു. ഇയാൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയതാ? ഈ പറഞ്ഞ ഉബൈദിയാക്കളിൽ നിന്ന്, പറഞ്ഞ ഷിയാക്കളിൽ നിന്ന്. ആർക്ക് കിട്ടി? ഉമർ ബിൻ മുഹമ്മദ് അൽ മുല്ലക്ക് കിട്ടി. അയാൾ ആ കാലഘട്ടത്തിലെ ഒരു പണ്ഡിതനായിരുന്നു, സൂഫി പണ്ഡിതനായിരുന്നു. അയാൾ ആർക്ക് പറഞ്ഞു കൊടുത്തു? അന്ന് ഇർബൽ ഭരിച്ചിരുന്ന രാജാവായിരുന്ന മുളഫറുദ്ദീൻ ഇത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ മുളഫറുദ്ദീൻ അത് അംഗീകരിച്ചു. അയാൾ എന്ത് ചെയ്തു? അത് വളരെ നന്നായിട്ട്, പണ്ട് ഉബൈദിയാക്കൾ ചെയ്തതിനേക്കാൾ ഖേമമായിട്ട് എന്ത് ചെയ്തു?
ഈ നബിദിനാഘോഷം ഇയാൾ സംഘടിപ്പിച്ചാര്? മുളഫറുദ്ദീൻ. മാത്രമല്ല ഈ മുളഫറുദ്ദീൻ്റെ കാലഘട്ടത്തിലാണ് ലോകത്ത് ആദ്യമായിട്ടൊരു മൗലീദ് കിതാബ് രചിക്കപ്പെടുന്നത്. ഇതിൻ്റെ പേര് സ്പെഷ്യൽ കിതാബ്. ആര്? ഇബ്നു ദഹിയ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഈ മുളഫറുദ്ദീന് ഈ ഒരു മൗലീദ് കിതാബ് രചിച്ചു കൊടുത്തു. അതിന് 1000 ദീനാർ അയാൾ സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു. ആര്? മുളഫറുദ്ദീൻ രാജാവ് 1000 ദീനാർ കൊടുത്തു. എന്നിട്ട് അയാൾ എന്തൊക്കെ സംഘടിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മുളഫർ രാജാവിന്റെ ചരിത്രം വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, മുളഫർ രാജാവ് ഇത് തുടങ്ങി വെച്ചു എന്ന് മാത്രമല്ല വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. എന്നിട്ട് 5000-ഓളം ആടിന്റെ ചുട്ട തലകൾ, 10,000-ഓളം കോഴികൾ, 1,00,000 പാൽക്കെട്ടികൾ, 30,000-ഓളം പ്ലേറ്റ് ഹൽവകൾ, ഇതൊക്കെ ഇങ്ങനെ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ഇതിൽ വിശദീകരിക്കുന്നുണ്ട് 13-ാം വാള്യത്തിൽ വിദായ വന്നിഹായ എന്നുള്ള ഗ്രന്ഥത്തിൽ. എന്നിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, എന്താ അറിയോ? ഈ മൗലീദ് ആഘോഷങ്ങളിൽ വകാന യഹ്ലുറു ഇൻദഹു ഫിൽ മൗലിദി അയാനുൽ ഉലമാഇ വസ്സൂഫിയ്യ, സൂഫി പണ്ഡിതന്മാരിൽപ്പെട്ട പ്രമുഖരായ ആളുകൾ ആരുടെ കൂടെ ഉണ്ടായിരുന്നു? മുളഫർ രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, മുളഫറുദ്ദീൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു ഭീകരമായ സംഗതിയാണ്. ഒരാദർശം, ഒരു അനാചാരം, ഒരു ബിദഅത്ത് മുസ്ലിങ്ങളിൽ വ്യാപിച്ച രീതി നിങ്ങൾ നോക്കൂ. ചരിത്രം പഠിക്കുമ്പോൾ എത്രമാത്രം ഭീകരമാണ് സംഗതി, എന്തൊരു അപകടമാണ് മുസ്ലിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗൗരവം എത്രയാണ്. ഇതൊക്കെ ചരിത്രത്തിലുള്ള സംഗതിയല്ല. ഇതൊക്കെ ഷാഫി പണ്ഡിതന്മാർ അല്ലെങ്കിൽ ആളുകൾ അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ് ബിദായ വന്നിഹായ. ആരുടെ? ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബിദായ വന്നിഹായ അല്ലേ? അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്നു വഫയാത്തുൽ അയ്യാൻ എന്നറിയപ്പെടുന്ന ഇബ്നു ഖല്ലിക്കാന്റെ ഗ്രന്ഥം, അതിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. മിഖ്രീസിയുടെ അൽ ഖുതത്ത് വൽ ആസാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ സംഗതികൾ പറയുന്നുണ്ട്. ഇതൊക്കെ ഇതിലുള്ളതാണ്. ഷാഫി പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന, മാത്രമല്ല ഇമാം ഗസാലി ഷാഫി പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന ഒരാളെന്നുള്ളവർക്ക് പറയട്ടെ, അയാൾ പോലും ഈ ബാത്തിനിയാക്കളെക്കുറിച്ചും അവരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും നബിദിനാഘോഷത്തെക്കുറിച്ച് ഇമാം ഗസാലിൻ്റെതാണുള്ളവർ പലതും തെളിവായിട്ട് ഉദ്ധരിക്കാറുള്ളത്. ഇമാം ഗസാലി പോലും നബിദിനത്തെക്കുറിച്ച് പറഞ്ഞ എന്താണെന്നുള്ളത് സമയമുണ്ടെങ്കിൽ നമ്മൾ വിശദീകരിക്കും. ഗസാലി പോലും പറഞ്ഞ എന്താണെന്നുള്ളത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ രൂപത്തിൽ അന്ന് ഈ മുളഫറുദ്ദീൻ അബൂ സഈദ് അൽ കോക്ക്പൂരി എന്നുള്ളതാണ് അയാളുടെ യഥാർത്ഥ പേര്, അബൂ സഈദ് അൽ കോക്ക്പൂരി. ഇയാളുടെ ആ സദസ്സിൽ പിന്നെ സൂഫികൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ സൂഫികളുടെ കൂടെ നൃത്തം ചെയ്തിരുന്നു ആര്? മുളഫർ രാജാവ്. അതൊക്കെ ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. നൃത്തം ചെയ്തിരുന്നു. ഇപ്പോൾ ദഫ്മുട്ടൊക്കെ അതിൻ്റെ ഒരു രൂപമാണ്. ഈ രൂപത്തിൽ വളരെ ക്ഷേമമായ രീതിയിൽ എന്ത് ചെയ്തു? ഈ രാജാവ് ഇത് സംഘടിപ്പിച്ചാൽ മുളഫറുദ്ദീൻ രാജാവ്. ഇങ്ങനെയാണ് ഈ നബിദിനാഘോഷം. എങ്ങനെ? 3-ാം നൂറ്റാണ്ട് വരെ പരിചയമില്ലാത്ത ഈ മൗലീദ് ഉബൈദിയാക്കൾ തുടക്കം കുറിച്ചു. അന്ന് ലോകത്തിന്റെ ഒരു ഭാഗത്തും ഇതില്ല, മൗലിദാഘോഷമല്ല. മനസ്സിലാക്കണം, നമ്മൾ ചരിത്രം മനസ്സിലാക്കണം. അന്ന് ലോകത്ത് ഇങ്ങനൊരു മൗലിദാഘോഷം ഉണ്ട് എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് അറിയില്ല. ഏത് 362 മുതൽ 568 വരെ അത് ഈജിപ്തിൽ ഈ നബിദിനാഘോഷം ഉണ്ടായി. പിന്നെ കുറച്ച് ഭാഗങ്ങളിലും ഉണ്ടായിരുന്നുള്ളൂ. അന്നത് ലോകത്തിനറിയില്ല അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഒരു രാജാവ് വന്നപ്പോൾ അത് നിർത്തലാക്കി എന്ന് പറഞ്ഞില്ല. അഫ്ദൽ ബിൻ അമീർ അൽ ജുയൂഷ് വന്നപ്പോൾ നിർത്തലാക്കിയിട്ടുണ്ട്. പിന്നെ ലോകത്താരും മൗലിദ് ആഘോഷിക്കുന്നില്ല. പിന്നീട് അത് വീണ്ടും തുടങ്ങുകയാണ്. ആമിർ ബിൻ അഹ്കാമിൽ വന്നപ്പോൾ വീണ്ടും അത് തുടങ്ങുകയാണ്. അങ്ങനെ നിന്നുപോയ മൗലിദാഘോഷം വീണ്ടും സൂഫികളിലൂടെ പുനർജീവിപ്പിക്കപ്പെടുന്നത് ഈ 6-ാം നൂറ്റാണ്ടിന്റെ അവസാനം 7-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായി ആരാണ്? മുളഫർ രാജാവാണ്. അങ്ങനെയാണ് മുളഫർ രാജാവിലുള്ളത് വന്നു, ലോകത്ത് പ്രചരിച്ചു. സൂഫികളിലൂടെ, ഷിയാക്കളിലൂടെ, ജൂതന്മാരിലൂടെ, ഷിയാക്കളിലൂടെ, സൂഫികളിലൂടെ ഇത് പ്രചരിച്ച് ഒരു സുന്നി എന്നുള്ള രൂപത്തിൽ, ഷിയാ സുന്നി എന്ന് പറയുന്ന ആ സുന്നി എന്നുള്ള രൂപത്തിൽ ഇത് ആഘോഷിച്ചത് മുളഫറുദ്ദീനാണ്. അങ്ങനെ ലോകത്തിന്റെ മുസ്ലിം ഭാഗങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്തു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഈജിപ്തിന്റെ ചരിത്രം വിശദീകരിക്കുമ്പോൾ ഇത് ഈ നബിദിനാഘോഷം ആ ഭരണ കാലഘട്ടത്തോടു കൂടി നിന്നുപോയി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. പിന്നീട് ഈജിപ്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, നെപ്പോളിയൻ ഈജിപ്തിലേക്ക് കടന്നു വരുമ്പോൾ നെപ്പോളിയന്റെ അധിനിവേശത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു നെപ്പോളിയൻ ഈജിപ്തിലേക്ക് വന്നു. അവ മുസ്ലിങ്ങളെ കുറിച്ച് പഠിച്ചു. ആ അധിനിവേശ കാലഘട്ടത്തിലുള്ള സമയം 1200 ഏതാണ്ട് ആ കാലഘട്ടത്തിൽ 1213 ആ ചരിത്രം വിശദീകരിക്കുമ്പോൾ നെപ്പോളിയൻ ചോദിച്ചു എന്നാണ്, എന്താണ് മൗലൂദുകളൊന്നും കാണാത്തത്? അങ്ങനെ ആ കാലഘട്ടത്തിലെ പിന്നെ ഈജിപ്തിലെ പണ്ഡിതനായ ബക്കരി അയാളെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് മൗലിദാഘോഷങ്ങളൊന്നും കാണുന്നില്ലല്ലോ? അങ്ങനെ അയാളെ വിളിച്ചു. അപ്പോൾ അയാൾ കാരണങ്ങൾ പറഞ്ഞു, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ എന്ത് ചെയ്തു? ഒരു 400 ദീനാർ എടുത്തിട്ട് കൊടുത്തു. ആര്?
നെപ്പോളിയനും അവൻ്റെ ആളുകളും. എന്നിട്ടത് പുനഃസംഘടിപ്പിച്ചു. ഏത്? മൗലിദ് ആഘോഷങ്ങൾ. ഇത് ചരിത്രമാണ്, നമ്മൾ മനസ്സിലാക്കണം. ചരിത്രം എന്ന് പറയുന്നത് എന്താ? കാലത്തെ നമ്മൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും, സമൂഹത്തെ നമ്മൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും, മനുഷ്യരെ നമ്മൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും, ലോകത്തെ നമ്മൾ പഠിക്കുന്നതും അറിയുന്നതും ഹിസ്റ്ററിയാണ്. ആ ഹിസ്റ്ററിയിലുള്ള സംഗതി ഇപ്പോൾ ഈ പറയണേ. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അൽ-ഇസ്രായിൽ വന്ന പിന്നെ ആരെങ്കിലും എഴുതിയ ലേഖനങ്ങളത്തെ കുറിച്ചല്ല ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം. മുൻകാലക്കാരായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും അഹ്ലുൽ ഇൽമിൽപ്പെട്ട ആളുകളും ഇസ്ലാമിക ചരിത്രകാരന്മാരും എഴുതി വെച്ച കാര്യങ്ങളായി പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് ഈജിപ്തിൽ പിന്നെ ആ കാലഘട്ടത്തിൽ ഖേമമായിട്ട് ഇത് സംഘടിപ്പിച്ചു എന്നാണ്. എന്നിട്ട് എത്രത്തോളം അതിൽ കാണുമെന്ന് ചോദിച്ചാൽ നെപ്പോളിയൻ പോലും അതിന് സന്നിഹിതനായി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ആര്? ഈജിപ്തിലെ പ്രഗത്ഭ ചരിത്രകാരനായ ജിബർട്ടി എന്ന് പറയപ്പെടുന്ന ആളുടെ ഗ്രന്ഥത്തിൽ ആ സംഗതി വിശദീകരിക്കുന്നുണ്ട്. അയാളുടെ ഗ്രന്ഥത്തിൽ താരിഖ് അജായിബുൽ ആസാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ വാള്യം 2 306 പേജിൽ ഈ സംഗതി വിശദീകരിക്കുന്നുണ്ട്. എന്തിനിത് നെപ്പോളിയൻ പുനഃസംഘടിപ്പിച്ചു? അതിൻ്റെ കാരണവും ആ ചരിത്രകാരൻ തന്നെ പറഞ്ഞു തരുന്നത്, അവരിത് സംഘടിപ്പിക്കാനുള്ള കാരണം ലമ്മാ റഔ ഫീഹി മിനൽ ഖുറൂജി അനി ശറാഇ വജ്തിമാഇ നിസാഇ വത്തിബാഇ ശഹവാതി വത്തലാഹി വഫിഅലിൽ മുഹറമാത്ത്. എന്താ അറിയോ? ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള, ഇസ്ലാമിൻ്റെ ആദർശത്തെ നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് ഈ ആഘോഷത്തെ, ഈ ജന്മദിനാഘോഷത്തെ, നബിദിനാഘോഷത്തെ അവർ കണ്ടു. എന്തേ കാരണം? അതിൽ മതപരമായ കാര്യങ്ങൾ ലംഘിക്കപ്പെടുന്നു. ഇജ്തിമാഉ നിസാഅ്, പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിൽ കൂടിക്കലരുന്നു. അതേപോലെ തന്നെ വിനോദങ്ങൾ, ഹറാമുകൾ നടക്കുന്നു, വിനോദ പരിപാടികൾ നടക്കുന്നു, ഇസ്ലാം ഹറാമാക്കിയ സംഗതികൾ നടക്കുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ അവരുടെ ശരീഅത്തിൽ നിന്നും ആദർശത്തിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നും അവരെ തടയിടാനും അവരെ ലലാലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മാർഗമായിട്ട് ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന്റെ ആളുകൾ പോലും, ഈ അധിനിവേശം നടത്തിയ ആളുകൾ പോലും, നെപ്പോളിയനെ പോലുള്ള ആളുകൾ പോലും ഈ നബിദിനാഘോഷം സംഘടിപ്പിച്ചു എന്നുള്ളത് ചരിത്രമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മനസ്സിലാക്കണം, ഇത് ചരിത്രമാണ്. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് വ്യാപിക്കുകയാണ് ചെയ്തത്. ഇന്നത് അഹ്ലുസുന്നന്റെ ഭാഗം എന്ന് പറഞ്ഞിട്ട് താടി വെച്ച പണ്ഡിതന്മാർ പ്രചരിപ്പിക്കുകയാണ്. അതിനെ തഖ്ലീദ് ചെയ്യുന്ന മുസ്ലിങ്ങളിൽപ്പെട്ട വലിയൊരു വിഭാഗം ആളുകൾ. പിന്നെ എന്തുകൊണ്ട് അവധി കൊടുക്കുന്നു എന്നുള്ളത് ഒരു സംഗതി ദീനുൽ ഇസ്ലാമിൽ ശരിയാണോ അല്ലേ എന്നുള്ളതിൻ്റെ തെളിവൊന്നുമല്ല. അതെന്തുകൊണ്ട് അവധി കൊടുക്കുന്നു എന്നുള്ളതിന് രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്. അത് നമുക്കറിയാലോ. അതിൻ്റെ ആ രാജ്യങ്ങളുടെ നിലനിൽപ്പും ഏതൊക്കെ ജനങ്ങളെ ആശ്രയിച്ചിട്ടാണ് ആ ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പ്, ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പ്, അതിലേക്ക് ഏതായാലും നമുക്ക് പോകാനുള്ളൊരു സാഹചര്യം അപ്പല്ല. അത് നമുക്ക് പഠിച്ചാൽ മനസ്സിലാക്കാം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും തെളിവോ രേഖയോ പ്രമാണമോ അല്ല. വിഷയം ഇതാണ്, ചരിത്രം ഇതാണ്. ലോകത്ത് ജന്മദിനാഘോഷം ഈ രൂപത്തിലാണ് മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായി കാണപ്പെട്ടത്. ഈ രൂപത്തിലാണ്, ഇങ്ങനെയാണ് ഇത് മുസ്ലിങ്ങളിലേക്ക് കടന്നു വന്നത്. ഇനി നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ, ഷാഫി പണ്ഡിതന്മാർ പോലും പറഞ്ഞത് എന്താണ്, അതിനെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഷാഫി പണ്ഡിതന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്നു കസീർ റഹ്മത്തുള്ള അലൈഹി അടക്കമുള്ള ആളുകളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇനി അതല്ലാത്ത ചില പണ്ഡിതന്മാർ പറഞ്ഞത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അവർ പറഞ്ഞതെന്താ വെച്ചാൽ, ഉദാഹരണമായിട്ട് ഇബ്നു ഹജറുൽ അസ്കലാനി, അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചാൽ അറിയാം, വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇബ്നു ഹജറുൽ അസ്കലാനി. അദ്ദേഹത്തോട് ഈ നബിദിനാഘോഷത്തെ കുറിച്ച് ചോദിക്കപ്പെട്ടു. ആ സന്ദർഭത്തിൽ അദ്ദേഹം അതിന് കൊടുത്ത മറുപടി എന്താ വെച്ചാൽ, അദ്ദേഹം അതിന് പറഞ്ഞു, അസ്ലു അമലുൽ മൗലിദ് ബിദ്അ. ഇതിൻ്റെ അടിത്തറ തന്നെ, ഈ മൗലിദിൻ്റെ അടിത്തറ തന്നെ ബിദ്അത്താണ്. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ. ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട സലഫ് സ്വാലിഹീങ്ങളിൽപ്പെട്ട പൂർവികരിൽപ്പെട്ട ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെടുന്നില്ല. ആര്? ഇബ്നു ഹജറുൽ അസ്കലാനി പറഞ്ഞു. ഷാഫി പണ്ഡിതനാണ്, പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഇബ്നു ഹജറുൽ അസ്കലാനി എന്ന് പറഞ്ഞാൽ ആര്? ഫത്ഹുൽ ബാരി എഴുതിയ ഇബ്നു ഹജറുൽ അസ്കലാനി തന്നെ, ഇമാം ബുഖാരിന്റെ ശറഹ് എഴുതിയ ഇബ്നു ഹജറുൽ അസ്കലാനി തന്നെയാണ് ഈ കാര്യം പറയുന്നത്. ഇത് മാത്രമല്ല, ഇമാം ഫാക്കിഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് നബിദിനെ കുറിച്ച്